ദേശീയപാത തകർന്ന സംഭവത്തിൽ കോൺട്രാക്ടർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചു. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഡൽഹിയിലേക്ക് പോകും. ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. തെറ്റ് ചെയ്തത് ആരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രാവിലെ ഞാൻ നിതിൻ ഗഡ്കരിജിയോടൊപ്പം സംസാരിച്ചു. മലപ്പുറം നടന്ന ഈ ഹൈവേ കൊളാപ്സിനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ആ കോൺട്രാക്ട്സിനെതിരെ ഒരു നിലപടിയും ആക്ഷനും ഒരു എൻക്വയറിയും നടക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അദ്ദേഹം ഒരു അർജൻറ്റ്ലി ഒരു കമ്മിറ്റി വെച്ച് അത് നോക്കുന്നുണ്ട്, അതിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടുത്ത ഈ വരുന്ന ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയിൽ അദ്ദേഹം അതിൻ്റെ ഒരു പെർമനൻറ്റ് ഒരു പരിഹാരം ഉണ്ടാക്കും. അതിനു വേണ്ടി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ വിളിച്ചിട്ടുണ്ട്. അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്ന് ആലുവ റൂറൽ SP M ഹേമലത തെളിവുകൾ ശേഖരിക്കുകയാണ്. ബന്ധുക്കളുടെ മൊഴികളടക്കം പരിശോധിക്കുന്നുവെന്നും പോക്സോ കേസ് പുത്തൻകുരിശ് പോലീസിന് കൈമാറിയെന്നും SP പ്രതികരിച്ചു. മേജർ തെളിവുകളും ഇമ്പോർട്ടന്റ് എവിഡൻസുകളും ഇപ്പോൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു. പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തെളിവുകളെയും പരിശോധിച്ചു. ICDS ഓഫീസിലെ ഡ്രൈവർക്കെതിരെ പീഡന പരാതിയുമായി യുവതി. തളിക്കുളം ബ്ലോക്കിന് കീഴിലുള്ള ICDS ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരിയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ഡ്രൈവറെ CPM സംരക്ഷിക്കുകയാണെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും മെല്ലെ പോക്കാണെന്നും യുവതി പറഞ്ഞു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ICDS ഓഫീസിലെ ഡ്രൈവർക്കെതിരെയാണ് താൽക്കാലിക ജീവനക്കാരിയായിരുന്ന യുവതിയുടെ പീഡന പരാതി. 2022 സെപ്റ്റംബർ 4-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഞായറാഴ്ച ദിവസം ഓഫീസിലെ എല്ലാവരും സിനിമയ്ക്ക് പോകുന്നു എന്ന പേരിലാണ് യുവതിയെ ഡ്രൈവർ വിളിച്ചു വരുത്തുന്നത്. തിയേറ്ററിലെത്തിയ ശേഷമാണ് ഓഫീസിലുള്ള മറ്റ് ജീവനക്കാർ തിയേറ്ററിലേക്ക് വരില്ലെന്ന വിവരം ഡ്രൈവർ തന്നെ അറിയിച്ചതെന്ന് യുവതി പറയുന്നു. സിനിമ കഴിഞ്ഞ് തന്നെ ICDS ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയെന്നും ശേഷം തനിക്ക് നേരെ അതിക്രമം നടത്തുകയായിരുന്നുവെന്നും യുവതി പറയുന്നു. അല്ല തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പുറത്ത് നിൽക്കണ്ട, മോള് കയറിപ്പോരെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇയാളെ എന്നേലും സ്പീഡിൽ ഓടിപ്പോയിട്ട് ഡോറ് തുറക്കണു, ഓഫീസിൽ തപ്പണു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഡോറിന് പുറത്ത് നിന്നപ്പോൾ എനിക്ക് കസേര ഇട്ട് തന്നിരിക്കാൻ. ഞാൻ കസേര ഇട്ടിരുന്നു. സംസാരിക്കാനൊന്നും ഉണ്ടായില്ല. ആൾ തപ്പി തരയണു, അഭിനയിക്കണതായിരുന്നു അത്.
ഞാൻ അത് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, എൻ്റെ പുറകിലൂടെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇത് രണ്ടും സംഭവിക്കുന്നതിന് മുന്നേ ഞാൻ അയാളെ തട്ടി മാറ്റി എണീറ്റിട്ട് പുറത്തേക്ക് കിടക്കും മുമ്പ് അയാൾ എൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട് ഒരു കർട്ടൻ ഉണ്ടായിരുന്നു അവിടെ. ആ കർട്ടൻ്റെ മുറയിലേക്ക് വലിക്കുന്നതോടൊപ്പം പറയുന്നുണ്ട്, ആരും അറിയില്ല പ്ലീസ്. ഇയാളുടെ ആ സമയത്ത് ആവേശം കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കും. നമ്മൾ പ്രതികരണശേഷി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ എനിക്കെന്തോ ആ സമയത്ത് പ്രതികരണം തോന്നി. പിന്നെ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അയാളെ തള്ളിയിടുക ചെയ്തത്. സംഭവത്തിന് ശേഷം ICDS ഓഫീസർക്കടക്കം പരാതി നൽകിയിരുന്നു. മാപ്പ് പറഞ്ഞതോടെ പ്രശ്നങ്ങൾ ആദ്യം അവസാനിച്ചു. ഇതിനുശേഷം മാനസികമായുള്ള ഉപദ്രവങ്ങൾ തുടർന്നതോടെയാണ് പോലീസിലേക്ക് പരാതി നൽകിയത്. 2025 ഏപ്രിലാണ് പോലീസിലും ഒപ്പം ICDS ഡയറക്ടർക്കും പ്രോഗ്രാം ഓഫീസർക്കും പരാതി നൽകുന്നത്. എന്നാൽ നടപടിയൊന്നും ഉണ്ടായില്ല. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ ശേഷമാണ് വലപ്പാട് പോലീസ് കേസെടുക്കാൻ തയ്യാറായതെന്നും യുവതി കുറ്റപ്പെടുത്തി. അതേസമയം സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും വലപ്പാട് പോലീസ് അറിയിച്ചു. ജനം, തൃശൂർ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.